വെച്ചത്. അല്ലെങ്കിലും ക്രിസ്ത്യാനികളിൽ നിന്ന് കന്യാസ്ത്രീകളായ പരിശുദ്ധകൾക്ക് മാത്രം അവരുടെ ശിരസ് മറക്കുകയും ബാക്കി നഗ്നത മറക്കുകയും ചെയ്യുന്ന ആ ഔറത്ത് മറക്കൽ ഇസ്ലാമിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ പെണ്ണുങ്ങൾക്കും വകവെച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ശിരോവസ്ത്രവും ഇസ്ലാമിൻ്റെ നഗ്നത മറക്കലും സ്ത്രീകളുടെ നഗ്നത മറക്കലിന് വകുപ്പും. അതേമാതിരി തന്നെയാണ് ഹിന്ദുക്കളിൽ അന്തർജന സ്ത്രീകൾ എന്ന നമ്പൂരി സ്ത്രീകൾ ഒരന്യപുരുഷനെയും കാണാത്ത വിധത്തിലാണ് വന്നിരുന്നത്. ഇപ്പോൾ പരിഷ്കാരങ്ങൾ എല്ലാത്തിനും വരുന്നൊക്കെ വരും. ഞാനോ വലിയൊരു നമ്പൂരിയാട്യന്റെ മാനതയായ പെൺകുട്ടിയല്ലോ, എന്തറിയൂ നീ മനക്കല് പ്രൗഢിയും അന്തസ്സും ഞാനതു ചൊല്ലിയാലും എന്നിങ്ങനെ കുമാരനാശാൻ ദുരവസ്ഥയിൽ പറയുന്ന സ്റ്റാത്തൻ്റെ മൈനാക്കിളിയോട് ഒരു നമ്പൂരി അന്തർജനത്തിൽപ്പെട്ട പെണ്ണ് വന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ആ സംസാരത്തിൽ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായത് അവസാനിപ്പിക്കുന്നത് കോണിയിറങ്ങിയില്ലോമനെയേറെ ഞാൻ നാണം വെടിഞ്ഞു നടന്നിട്ടില്ല, ധന്യനാം അച്ഛനോടിച്ചൻ മുഖം തന്നെ അന്യപുരുഷന്മാർ കണ്ടിട്ടില്ല, കൊഞ്ചി ഞാൻ ചൊൽവതു കേട്ടിട്ടില്ല അരുമൻ പഞ്ചവർണ്ണ പൂങ്കിളിയല്ലാതെ ഈ മൈനാക്കിളിയല്ലാതെ ഒരാളും ഞാൻ മുമ്പ് ചൊല്ലുന്നത് കേട്ടിട്ടില്ല. ഞങ്ങൾ നമ്പൂരി സ്ത്രീകളുടെ ഒരു ശബ്ദവും ആരും കേട്ടിട്ടില്ല. കോണി ഇറങ്ങിയിട്ടില്ല ഓമനെ ഞാൻ എൻ്റെ വീട് വിട്ട് വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ കുളക്കടോലവും വട്ടക്കൂടയും വൃഷേലിയും കൂടാതെ ഒട്ടൻ കുളക്കടോളവും ഞാൻ കുളക്കടവോളം പോവുകയാണെങ്കിൽ വട്ടക്കൂടയും വൃഷേലിയും പിടിച്ച് ചൂടിയിട്ടും നഗ്നത മറച്ചുകൊണ്ട് ആരും കാണാതെ പോകാറുള്ളൂ. ധന്യനാം അച്ഛനൊഴിച്ചൻ മുഖം, അച്ഛൻ ധന്യനായ എൻ്റെ അച്ഛനൊഴിച്ച് മറ്റാരും എൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് നമ്പൂരി സ്ത്രീകൾ അന്തർജന സ്ത്രീകൾ അവരുടെ ഹിജാബിൻ്റെ കാര്യം, ആ ഹിജാബ് എല്ലാ സ്ത്രീകളും ആസ്വദിക്കട്ടെ, എല്ലാവരും ആ ഹിജാബ് ആസ്വദിച്ചുകൊണ്ട് അവർ സ്വന്തം അവരുടെ നഗ്നത മറച്ചുകൊണ്ട് നല്ല സൂക്ഷിപ്പ് സ്വത്തുകളായി അവർ നിലക്കൊള്ളട്ടെ എന്നാണ് ഇസ്ലാം പറയുന്നത്. ക്രിസ്ത്യാനികളാണെങ്കിലോ അവരുടെ കന്യാസ്ത്രീകൾ എന്ന പേരിൽ പരിശുദ്ധകളായ സ്ത്രീകളായിട്ടുള്ളവർക്ക് മാത്രം നഗ്നത മറക്കുക. പരിശുദ്ധകൾക്ക് അങ്ങനെയാണെങ്കിൽ അതെല്ലാവരും പരിശുദ്ധരാവട്ടെ എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്.